ഒരാൾക്ക് അല്ലാഹു രണ്ട് കിഡ്നിയാണ് ഒരാൾക്ക് അല്ലാഹു നൽകിയത്. എവിടെയാ കിഡ്നിയുടെ പൊസിഷൻ? എവിടെയാ നമ്മുടെ കിഡ്നി? എവിടെ ഇരിക്കുന്നത്? കിഡ്നി എവിടെ ഇരിക്കുന്നത്? നമ്മുടെ തടിയിൽ കിഡ്നി എവിടെയാണ്? തലച്ചോറ് എവിടെയാണ്? ബ്രെയിൻ എവിടെയാണ്? നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻസ്, ഓരോ അവയവങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളുണ്ട്. കിഡ്നിയുടെ പൊസിഷൻ ഇവിടെയാണ്. നമ്മുടെ ഹിപ്പിന്റെ ബാക്ക് സൈഡിൽ മുകളിലുള്ള ആ ഭാഗമാണ് കിഡ്നി. രണ്ട് കിഡ്നിയാണ് അല്ലാഹു നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ രണ്ട് കിഡ്നിയിൽ ആക്ച്വലി ഒരു കിഡ്നി മതി. ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു കിഡ്നി മതി. ഫ്ലൈറ്റിലൊക്കെ രണ്ട് എഞ്ചിൻ ഉണ്ടാവും. അതിൽ ഒരു എഞ്ചിന് കേടായാൽ അടുത്ത എഞ്ചിന് പ്രവർത്തിക്കും. അതേപോലെ തന്നെയാണ് കിഡ്നി. ഒന്ന് കേടായാൽ അടുത്തത് പ്രവർത്തിക്കും. പക്ഷെ ഫ്ലൈറ്റ് പോലെയല്ല. ഫ്ലൈറ്റ് ഒന്ന് കേടാകുമ്പോൾ അത് അറിയും, അടുത്തത് കേടാണ് എന്നറിയും. മനുഷ്യന്റെ കിഡ്നി അങ്ങനെയല്ല. കേടായാൽ അറിയില്ല. ഒന്നാമത്തത് കേടായി മുഴുവനും പോയി, രണ്ടാമത്തത് കേടായി ഒരു 85% ആകുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ കിഡ്നി തകരാറിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. കിഡ്നി തകരാറിലായുള്ള പരിഹാരം കിഡ്നി മാറ്റിവെക്കലാണ്. കിഡ്നി മാറ്റിവെക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ഒരു കിഡ്നി നമ്മൾ മാറ്റിവെക്കണമെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് 50 ലക്ഷം രൂപയാണ് ചെലവ്. ആ 50 ലക്ഷം രൂപ കയ്യിലുള്ളത് കൊണ്ട് ഒരാൾക്ക് കിഡ്നി കിട്ടൂല. ഇയാളുടെ ശരീരത്തിന് അനുയോജ്യമായ കിഡ്നി അയാൾക്ക് കിട്ടുകയും വേണം. ഇവർക്ക് അയാൾക്ക് കിട്ടും വേണം. അല്ലാതെ പൈസ ഉള്ളത് കൊണ്ട് കിഡ്നി കിട്ടൂല. ഇയാളുടെ ശരീരത്തിലേക്ക് അനുയോജ്യമാവണം. കിഡ്നിയുള്ള സ്ഥലങ്ങളിൽ ഇയാളുടെ ശരീരത്തിന് പറ്റിയ കിഡ്നി കിട്ടണം. എന്നിട്ട് ശസ്ത്രക്രിയ നടത്തി ഈ കിഡ്നി അയാൾ മാറ്റിവെച്ചാൽ എല്ലാ മാസവും 10,000 രൂപയുടെ ഗുളിക, ടാബ്ലറ്റ് കഴിക്കണം മരിക്കുന്നത് വരെ. കാരണം അല്ല തന്ന കിഡ്നി പോയി, പിന്നെ ഇത് ആർട്ടിഫിഷ്യലായി വേറെ കിഡ്നി വെച്ചതാണ്. അപ്പൊ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി 10,000 രൂപയുടെ ടാബ്ലറ്റ് അയാൾ കഴിക്കണം. ഇനി ഒരാൾക്ക് കിഡ്നി മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താ കുഴപ്പം? മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ 2 ദിവസം കൂടുമ്പോ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ഡയാലിസിസ് സെന്ററുകളിലേക്ക് പോകണം. സിച്ച് സെന്ററിലേക്കോ അല്ലെങ്കിൽ അഭയമുണ്ട്, അഭയത്തിലേക്ക് എവിടെങ്കിലും പോകണം. പോയിട്ട് അവിടെ 4 മണിക്കൂർ കിടക്കണം. പോയിട്ട് അരമണിക്കൂർ ഡോക്ടറെ അവരെ പരിശോധിക്കും. എന്നിട്ട് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ്, രക്തം മുഴുവനും വലിച്ചെടുത്ത് മെഷീൻ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റും. അതിന് 4 മണിക്കൂർ വേണം. കിഡ്നിയുടെ പ്രോസസ്, കിഡ്നിയുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കലാണ്. അപ്പൊ 2 കിഡ്നിയും തകരാറിലായാൽ പിന്നെ രക്തം ശുദ്ധിയാവില്ല, നമ്മൾ മരിച്ചു പോകും. അപ്പൊ മെഷീന് നമ്മുടെ രക്തം വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് കേടാവും. അപ്പൊ വീണ്ടും പോയി നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കണം. അങ്ങനെ എല്ലാ ആഴ്ചയിലും 3 തവണ 2 ദിവസം കൂടുമ്പോ ഡയാലിസിസ് സെന്ററുകളിൽ നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ ഡയാലിസിസ് ചെയ്ത് തിരിച്ചു വരണം. ഈ കാലയളവിൽ മരിക്കുന്നത് വരെ അത് ചെയ്യണം. മരിക്കുന്നത് വരെ ചെയ്യണം. ഈ ബന്ധിയോടുള്ള ഒരാള് കാസർഗോഡ് ജില്ലയിലുള്ള ഏതെങ്കിലും ഡയാലിസിസ് സെന്ററിൽ പോകണമെങ്കിൽ മിനിമം അവിടെ എത്തണമെങ്കിൽ 45 മിനിറ്റ് വേണം. ഹോസ്പിറ്റലിൽ അവിടെ അരമണിക്കൂർ നേരത്തെ എത്തണം. അത് കഴിഞ്ഞ് ഡയാലിസിസ് കഴിഞ്ഞ് അരമണിക്കൂർ ഹോസ്പിറ്റലിൽ നിൽക്കണം. ഒറ്റയ്ക്കല്ല, കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവണം. അങ്ങനെ ഈ രീതിയിൽ ഒരു ദിവസം മുഴുവനും അയാളും അയാളുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഒരു ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരാളും ഒരു ദിവസം മുഴുവനും ചിലവഴിക്കണം. പിറ്റേ ദിവസം ഫ്രീ ആണ്. പിറ്റേ ദിവസം വീണ്ടും പോകണം. ഉപ്പാനെ കൊണ്ട്, ഉമ്മാനെ കൊണ്ട്, മക്കളെ കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡയാലിസിസിന് പോകണം. അഥവാ വലിയ ഒരു തലവേദനയായി ഡയാലിസിസ് ചെയ്യുന്ന വീടുകളിൽ ആ രോഗികൾ മാറും എന്നതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെ ഉണ്ടാവുന്നു? നമ്മുടെ അശ്രദ്ധ കാരണത്താലാണ്. കിഡ്നി അങ്ങനെ പെട്ടെന്ന് വെറുതെ അടിച്ചു പോകില്ല. ഇപ്പൊ ക്യാൻസർ ഒക്കെ വരുന്നത് പോലെയല്ല കിഡ്നി തകരാറിലാവുക എന്ന് പറയുന്നത്. കിഡ്നി പരിശോധിക്കാനുള്ള ഒരുപാട് ബ്ലഡ് ചെക്കപ്പുകൾ ഉണ്ട്. ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാം. നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണമെന്ന്, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഒരു ടെസ്റ്റാണ്. പിന്നെ വേറെ ഡോക്ടർ നമ്മൾക്ക് നിർദ്ദേശിച്ചു തരും, ഇന്ന ടെസ്റ്റാണ്. കിഡ്നിയുടെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇതാണ്. അത് നമ്മൾ 6 മാസം കൂടുമ്പോൾ പരിശോധിക്കണം. അതിന്റെ പുറമെ നമ്മൾ കുടിക്കുന്ന വെള്ളം വളരെ ശുദ്ധമായ വെള്ളമായിരിക്കണം. നിരന്തരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല, ഉറക്കൊഴിക്കാൻ പാടില്ല, പഞ്ചസാര കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ അശ്രദ്ധരാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തകരാറിലാകുന്നത്. എന്നിട്ട് നമ്മൾ അള്ളാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ള തന്ന രോഗാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രോഗങ്ങളെ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങുകയാണ്. ഇനി ഷുഗറിലേക്ക് വരാം. ഷുഗർ വെറുതെ ഉണ്ടാവുന്നതല്ല. ചില ആളുകൾക്ക് വെറുതെ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടൂല എന്നല്ല. ഷുഗർ എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഷുഗർ ഉണ്ട് എന്നൊരാൾക്ക് മനസ്സിലായാൽ വളരെ ചെറുപ്പത്തിലെ പഞ്ചസാര പോലെയുള്ള ഉൽപ്പന്നങ്ങളെ അവർ ബഹിഷ്കരിക്കണം.
ഇടയ്ക്കിടെ ഷുഗർ അവർ പരിശോധിക്കണം, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. ഷുഗർ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ മുഴുവനും അവർ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകല് ദീനാണ്. അല്ലാതെ ഏതായാലും മരിക്കല്ലേ, അങ്ങനെ മരിക്കുകയാണെങ്കിൽ തിന്നിട്ട് മരിക്കുക, തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത് തിന്നിട്ട്. അങ്ങനെയൊക്കെയാണ് ചില ആളുകളുടെ ഡയലോഗ്. അങ്ങനെയാണ് കല്യാണ വീട്ടിലൊക്കെ മട്ടൻ ബിരിയാണിയും ഫുഡൊക്കെ മുമ്പിൽ വെച്ച് ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്തായാലും മരിക്കും, തിന്നാലും മരിക്കും, തിന്നില്ലേലും മരിക്കും, പിന്നെ തിന്ന് മരിക്കലല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ചില ആളുകൾ മൂക്കറ്റം വരെ തിന്നും. അത് ദീനല്ല, അതല്ല ദീൻ. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കുന്നതും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതും ദീനാണ്. അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറണം. ആരോഗ്യം ദീനിന്റെ ഭാഗമാണ്. ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്നത് നമ്മളാണ്. കാസർഗോഡ് ജില്ലയിൽ ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നോക്കൂ. എല്ലാ ഹോസ്പിറ്റലുകളിലും നിറയെ മുസ്ലിമീങ്ങളാണ്, മറ്റുള്ള മതക്കാർ കുറവാണ്. നമ്മൾ തിന്നുന്നു, അനിയന്ത്രിതമായി തിന്നുന്നു. നമ്മൾക്ക് എങ്ങനെ തിന്നണം, എന്ത് തിന്നണം എന്ന് കൃത്യമായി പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്നിട്ട് നമ്മളത് തീരെ പരിഗണിക്കാറില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് തിന്നണം, എത്ര തിന്നണമെന്ന്. ഷുഗർ വരാതിരിക്കാനും, കൊളസ്ട്രോൾ വരാതിരിക്കാനും, ഫാറ്റ് ലിവർ വരാതിരിക്കാനും, യൂറിക് ആസിഡ് വരാതിരിക്കാനൊക്കെ എന്ത് തിന്നണം, എത്ര തിന്നണം, എങ്ങനെ തിന്നണം എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ വയറിന്റെ 1/3 ഭാഗമേ തിന്നാൻ പാടുള്ളൂ, 1/3 ഭാഗം കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം, 1/3 ഭാഗം ഒഴിച്ചിടണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം 1.2 ലിറ്റർ ആണ്. നമ്മുടെ വയറിന്റെ ഒക്കെ സൈസ്, നമ്മുടെ വയറിന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ, 1200 മില്ലി ലിറ്റർ ആണ് നമ്മുടെ വയറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് മനുഷ്യന്റെ വയറിന്റെ വലിപ്പം അതാണ്. അപ്പൊ എത്രയാ തിന്നേണ്ടത്? അതിനെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം തിന്നാനും, അതിലൊരു ഭാഗം വെള്ളത്തിനും, അതിലൊരു ഭാഗം ഒഴിച്ചിടാനും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ